പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന തമ്പുരാനെ കാണാം. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി. ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ഈ 3 മണി സമയത്ത് ഈ ആലയത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാനും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാനൊക്കെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കി നമ്മൾ ഓരോരുത്തരെയും മാറ്റിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരുപക്ഷെ യാദൃശ്ചികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടതുകൊണ്ടാകാം നമ്മൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായത്. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെ ചിലപ്പോൾ ചിലരൊക്കെ 4-5 വർഷങ്ങളായി മുടങ്ങാതെ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്നവരുണ്ട്. തമ്പുരാനെ, അങ്ങ് ഞങ്ങളോട് കാണിച്ച ഈ വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്ന പോലെ പ്രാർത്ഥിക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ 2025 സന്തോഷപ്രദമായ അനുഭവങ്ങൾ മാത്രമല്ല നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. വേദനയുടെയും സങ്കടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നഷ്ടങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ 2025 നമ്മളെ നടത്തിയിട്ടുണ്ട്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുമെന്ന് ഉണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ, പ്രത്യേകിച്ച് ഈ ഒരു വർഷക്കാലം, ദൈവം നമ്മെ നടത്തിയ സഹനത്തിൻ്റെയും പരാജയത്തിൻ്റെയും നഷ്ടങ്ങളുടെയൊക്കെ വഴികൾ നിശ്ചയമായും ദൈവം നമുക്ക് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. കർത്താവിനോടുള്ള സ്നേഹത്തിലും കർത്താവിലുള്ള വിശ്വാസത്തിലും നമ്മളെ ബലപ്പെടുത്തുന്ന അനുഭവങ്ങളാക്കി അവയെല്ലാം ദൈവം മാറ്റും. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പക്ഷേ നിരവധി സന്തോഷജനകമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കൂട്ടായ്മയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ഒക്കെ പുതിയ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ടാകാം. എല്ലാറ്റിനോർത്ത് നന്ദി പറയാം. 103-ാം സങ്കീർത്തനം, അതിൻ്റെ ആദ്യ വചനങ്ങൾ നാം വായിക്കുന്ന ഇങ്ങനെയാണല്ലോ: എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കാണ്, എൻ്റെ ആത്മാവേ നീ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും നീ മറക്കരുത്. ഇപ്പോൾ ദൈവാനുഗ്രഹത്തിന് നമ്മൾ എന്നും നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മെ ഇന്നോളം നടത്തിയില്ലേ? ഈ ഒരു ആരാധനയിൽ പങ്കുചേരാൻ മാത്രം ദൈവം നമ്മെ നിർത്തിയില്ലേ? അതും തന്നെ കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹമല്ലേ? ഒരു നിമിഷം തമ്പുരാനെ നമുക്ക് നന്ദി പറയാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ നീ കൈപിടിച്ച അനുഭവങ്ങൾ, സങ്കടങ്ങളുടെ അനുഭവങ്ങളിൽ നിന്റെ ആഴമായ സ്നേഹം അനുഭവിക്കാൻ പറ്റിയവരാണ് ഞങ്ങൾ. സന്തോഷത്തിൻ്റെ കാലഘട്ടങ്ങളിൽ എന്നതിനേക്കാൾ ഉപരിയായി സങ്കടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവങ്ങളിൽ നിന്റെ വലിയ കരുണ അധികമായ അളവിൽ അനുഭവിച്ചവരാണ് ഞങ്ങൾ. ദൈവമേ, എല്ലാറ്റിനും നന്ദി. ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന്, കാരുണ്യത്തിന്, ഔദാര്യത്തിന്, എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു നിമിഷം ദൈവം നടത്തിയ വഴികൾ ഓർത്തെടുത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്നലകളിൽ തമ്പുരാൻ അനേകരിലൂടെ നമ്മെ ചേർത്ത് പിടിച്ചില്ലേ? ഇന്നലകളിൽ തമ്പുരാൻ അനേകരിലൂടെ നമ്മെ സ്നേഹിച്ചില്ലേ?
കരുതിയില്ലേ, നമ്മളോട് കരുണ കാണിച്ചില്ലേ, നമ്മളെ ബലപ്പെടുത്തിയില്ലേ. തമ്പുരാന് നന്ദി പറയാം. ദൈവമേ, നിന്റെ വഴികളെ മനസ്സിലാക്കാൻ, നീ നടത്തുന്ന വഴികളെയും നടത്തിയ വഴികളെയും മനസ്സിലാക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. 2026 കാലെടുത്ത് വയ്ക്കുമ്പോൾ നല്ലതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനോ സ്വപ്നം കാണാനോ വിദൂര ഭാവിയിൽ സംഭവിക്കാനില്ല എങ്കിൽ പോലും തമ്പുരാനോട് ചേർന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അത് പ്രതീക്ഷയാണ്. അത് തന്നെയാണ് വലിയ പ്രത്യാശ. അത് തന്നെയാണ് ജീവിതത്തെ നമ്മുടെ മുന്നോട്ട് കൈപിടിച്ച് നടത്തുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ആത്മാവിൻ്റെ പ്രത്യാശയാണ് മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തി തരുന്നത്. ഈശോയോട് പറ, ഈശോയെ, നിന്റെ സ്നേഹം എന്നെ വിട്ടുപിരിയരുത്. ഈ പുതിയൊരു വർഷം, ഈ വർഷത്തിൽ എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തെല്ലാം സംഭവിച്ചാലും നിന്നെ വിട്ടു പോകാതിരിക്കാൻ, നിന്റെ സ്നേഹത്തിൽ നകലാതിരിക്കാൻ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും സഞ്ചരിക്കുവാനുള്ള ഒരു അഭിഷേകം, ഒരു കൃപയും തരണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ 2 ദിവസത്തിലേക്ക് ഉയർത്താം. നമ്മോടൊപ്പം ലോകമെമ്പാടും ഇരുന്ന് ദൈവമേ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിലുള്ളവരുണ്ട്, ഒത്തിരി വേദനകളാൽ പൊതിഞ്ഞു നിൽക്കുന്ന മക്കളുണ്ട്, ഹൃദയം വിങ്ങുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കഴിഞ്ഞൊരു വർഷക്കാലം വല്ലാത്ത സങ്കടങ്ങൾ മാത്രം ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന മക്കൾ ഇതിനകത്തുണ്ട്. മുന്നോട്ട് നോക്കുമ്പോഴും വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത ഭാരമുണ്ട്. ജീവിത പങ്കാളിയുടെ സ്വഭാവത്തെ ഓർത്ത് സങ്കടമുണ്ട്. മാതാപിതാക്കളുടെ രോഗാവസ്ഥകളോർത്ത് വേദനകളുണ്ട്. സാമ്പത്തിക വരുമാന മാർഗങ്ങളുടെ ഞെരുക്കങ്ങളും കർത്താവെ കഠിനമായ കടഭാരത്തിൻ്റെ നടുവിലൊക്കെയാണ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ ഒരു എത്തുപിടുത്തമില്ല. എല്ലാം നിന്നിൽ ആശ്രയിച്ച്, നിന്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച്, നിന്റെ കൃപയിൽ ജീവിതം സമർപ്പിച്ച് ദൈവമേ മുന്നോട്ട് പോകാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഇവിടെ നീ ബലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, നിന്റെ കാരുണ്യത്തിലും കൃപയിലും പൂർണ്ണമായി ആശ്രയിക്കാനുള്ള അധികമായ അഭിഷേകം തരണമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ അതരം തുറന്ന് സ്വരമുയർത്തി ഏതാനും നിമിഷം ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നീ ഞങ്ങളോട് കാണിച്ച അനന്തമായ കൃപയോർത്ത് നന്ദി പറയുന്നു, കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു, നടത്തിയ വഴികളെ ഓർത്തോർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു നന്ദി ചൊല്ലുന്നു, ഇന്നു നന്ദി ചൊല്ലുന്നു. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്റെ അവസ്ഥകളെ, നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ, നിന്റെ മനസ്സിൻ്റെ ഭാരമൊക്കെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുമേലായിരിക്കുക. ദിവ്യകാരുണ്യേശ്വരുടെ ആശീർവാദം, കൃപയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങൾക്ക് വേണ്ടതും കുടുംബത്തിന് വേണ്ടതെല്ലാം ചോദിച്ചു മേടിക്കുക.
നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രകളിൽ തമ്പുരാനെ ഞങ്ങളെ കൈവിടരുതേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ